പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ സ്നേഹസാന്ത്വനം എന്ന ഈ ഗ്രൂപ്പിലേക്ക് പുതിയതായിട്ട് വന്നിട്ടുള്ള എല്ലാ അംഗങ്ങൾക്കും ഞാൻ സ്വാഗതം പറയുന്നു. അതേപോലെ ആദ്യം മുതലേ നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാ അംഗങ്ങൾക്കും ഞാൻ എൻ്റെ ഹൃദയത്തിന് പക്ഷേ നന്ദി പറയുന്നു. പിന്നെ ഈ വീഡിയോ കാണുന്നവർക്കോ അല്ലെങ്കിൽ നമ്മുടെ സ്നേഹസാന്ത്വനം എന്ന് കേൾക്കുന്നവർക്കോ ഇതിന്റെ പ്രവർത്തനങ്ങളോ ലക്ഷ്യങ്ങളെ പറ്റി അറിയണമെന്നില്ല. അവർക്ക് വേണ്ടി ഞാൻ നമ്മുടെ പ്രവർത്തനം എന്താണ്, ലക്ഷ്യം എന്താണ് എന്ന് രണ്ടു വാക്ക് പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഈ ഗ്രൂപ്പിന്റെ പ്രവർത്തനം എന്നാൽ നമ്മൾ ഒരു ജനുവലായ ഒരു വ്യക്തിയെ, അതായത് നമ്മുടെ ഹെൽപ്പ് ആവശ്യമുള്ള ഒരു വ്യക്തിയെ കണ്ടെത്തി അവരുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് നമ്മുടെ അംഗങ്ങൾ ആരെങ്കിലും ഒരു എമൗണ്ട് നിക്ഷേപിച്ചുകൊണ്ട് ആ ഒരു റെസിപ്റ്റ് നമ്മൾ നമ്മുടെ കമന്റ് ബോക്സിലിട്ട് നിങ്ങൾക്ക് അതിനുള്ള ഒരു അതായത് നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു പ്രേരണ തരിക എന്നുള്ളതാണ് ഇതിന്റെ പ്രവർത്തനം. അതുപോലെ തന്നെ ഇതിന്റെ ലക്ഷ്യം എന്താണ്? നമ്മൾക്ക് വരുന്ന ഒരുപാട് പോസ്റ്റുകൾ, നമ്മളെല്ലാവരും ഫേസ്ബുക്കിൽ ഷെയർ ചെയ്ത് പോകുന്ന പോലെയുള്ള ഒരുപാട് പോസ്റ്റുകളിൽ നിന്ന് ജനുവലായിട്ടുള്ള വേറെ ഒരു വിഭാഗക്കാരും ഹെൽപ്പ് ചെയ്യാത്തതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തി ഏറ്റവും അർഹതയുള്ള വ്യക്തിയെ നമ്മൾ കണ്ടെത്തി ആ വ്യക്തിക്ക് നമ്മുടെ സഹായം എത്തിക്കുക എന്നതാണ് ഈ ഗ്രൂപ്പിന്റെ ലക്ഷ്യം. ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് അജന എന്ന 4 വയസ്സുകാരിയാണ്. ആ കുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളൊരു ഉത്തരവാദിത്വം കൂടെയാണ് ഇപ്പം നമ്മുടെ എല്ലാവരുടെയും കയ്യിലുള്ളത്. ജനുവരി മാസം 17-ാം തീയതി അമൃത ഹോസ്പിറ്റലിൽ ആ കുട്ടി അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആ കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടി ഏകദേശം 3 ലക്ഷം രൂപയോളമാണ് ചെലവാകും എന്ന് ഡോക്ടേഴ്സ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൈകോർക്കാം നമ്മുടെ അജനമോളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട്. അജനമോളെ മാത്രമല്ല, ഇനി ഇതുപോലുള്ള 1000 കേസുകൾ എടുത്ത് നമ്മൾക്ക് വിജയിപ്പിക്കാൻ നമ്മുടെ കൂടെ വരാൻ എല്ലാവരെയും, ഈ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരെയും അതുപോലെ എല്ലാവരെയും ഞാൻ ചെയ്യുകയാണ്. നിങ്ങളെല്ലാവരും വരിക, നമ്മുടെ സ്നേഹസാന്ത്വനത്തിലേക്ക് വന്ന് നമുക്കെല്ലാവർക്കും നമ്മളിൻ്റെ അത് കൂടെയുള്ള ഇപ്പൊ ജസ്റ്റ് 7000-ഓളം പേരുണ്ട്. അവരിങ്ങനെ ആളുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം ആളുകൾ വരുന്നു, എല്ലാവർക്കും ഒരുമിച്ച് കൈകോർത്ത് പിടിച്ച് പലതുള്ളി പെരുവെള്ളം എന്ന് പറയും പോലെ നമുക്ക് പലതും നമ്മുടെ ഈ നാട്ടിൽ കഷ്ടപ്പെടുന്ന നമ്മളെപ്പോലെ തിരുനിവൃത്തിയില്ലാത്ത പാവങ്ങളായവർക്ക് ഒരു നേരത്തെ ആഹാരമെങ്കിലും നമ്മൾ കൊടുക്കാൻ കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ പുണ്യമായിരിക്കും എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് വരിക കൂട്ടുകാരെ, നമുക്ക് എല്ലാവർക്കും കൈകോർത്തുകൊണ്ട് നമ്മുടെ അജനമോൾക്ക് വേണ്ടി, ഇപ്പോൾ നമ്മൾക്ക് അജനമോൾക്ക് വേണ്ടി ചെയ്തുകൊണ്ട് ഇതുപോലെ നമുക്ക് 1000 അജനമോളുകളെ രക്ഷപ്പെടുത്താൻ, 1000 കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ആഹാരം കൊടുക്കാൻ നമ്മൾ കഴിയണം. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണമായുള്ള പിന്തുണ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.